بسم الله الرحمن الرحيم. كافها يا عين صاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا. സഹാബികളെ പിൻപറ്റിയാൽ അവരെ അല്ലാഹു പ്രീതിപ്പെട്ടിരിക്കുന്നു, അങ്ങനെയുള്ളവർ അല്ലാഹുവേയും പ്രീതിപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ വചനം സഹാബത്തിന്റെ മഹത്വവും അതേപോലെ തന്നെ സഹാബത്തിന്റെ ശ്രേഷ്ഠതയും നമ്മളെ അറിയിക്കുകയാണ്. സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരിമ ശിഷ്യന്മാർ, അവർ അവരുടേതെല്ലാം ദീനിനു വേണ്ടി വിനിയോഗിക്കുകയും ചെലവഴിക്കുകയും ചെയ്തവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ച കാലഘട്ടത്തിൽ പ്രവാചകനും മദീനയും സഹാബത്തും ഏറ്റവും വലിയ ഒരു പരീക്ഷണത്തിന് വിധേയമായത് ഖന്തഖ് യുദ്ധത്തിന്റെ നാളുകളിലായിരുന്നു. അഹ്സാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന സഖ്യകക്ഷികൾ മദീനയെ വിഴുങ്ങുവാനെന്ന രീതിയിൽ മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ മദീന വിറപൂണ്ടു, മദീനയിലുള്ളവർ പകച്ചു പോവുകയുണ്ടായി. അതുകൊണ്ടാണ് കിടങ്ങുകുഴിച്ച് പ്രതിരോധിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിക്കുകയുണ്ടായത്. ഈ സന്ദർഭത്തിൽ സഹാബ കിറാമുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് നേരെ പ്രഖ്യാപിച്ച അവരുടെ സത്യസന്ധമായ പ്രഖ്യാപനങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ഹൃദയത്തിലെ ആത്മാർത്ഥമായ സമീപനങ്ങൾ മനസ്സിലാക്കിയ റബ്ബ് സുബ്ഹാനഹു വ തആല സഹാബികളുടെ വിഷയത്തിൽ അവതരിപ്പിച്ചതായ വചനങ്ങൾ, സഹാബികൾ എത്രമാത്രം നിഷ്കളങ്കരും ശുദ്ധഹൃദയരും നിഷ്കപടരുമായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ അവതരിപ്പിച്ച വചനങ്ങൾ? വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ് ഖാലൂ ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി മിൻഹു മൻ ഖദാ നഹ്ബഹു ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യന്തദിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലമ്മാ റഅൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ കണ്ടപ്പോൾ, സത്യവിശ്വാസികൾ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സഹാബത്തിനെയാണ്. ആരെ കണ്ടപ്പോൾ? അൽ അഹ്സാബ, സഖ്യകക്ഷികളെ കണ്ടപ്പോൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകളുടെ നേതൃത്വത്തിൽ അറേബ്യൻ ഗോത്രങ്ങൾ പലതും സംഘടിപ്പിച്ച് 10,000 പേർ ഒന്നിച്ചു വന്ന ആ രംഗത്തെക്കുറിച്ചാണ് ഇവിടെ അഹ്സാബ് എന്ന് പറയുന്നത്. ഈ സഖ്യകക്ഷികളെ വിശ്വാസികളായ സഹാബികൾ കണ്ടപ്പോൾ അവർ ഇപ്രകാരമാണ് പറഞ്ഞത്, ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു, ഇത് ഞങ്ങളോട് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും കരാർ ചെയ്ത, വാഗ്ദാനം ചെയ്ത സഖ്യകക്ഷിയാണ് ഈ വരുന്നത്. വസദഖല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ തിരുദൂതനും സത്യമായി പ്രവചിച്ചതുമാകുന്നു ഈ വരുന്നത് എന്ന് അവർ പറയുകയും വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ, ആ സഖ്യകക്ഷിയുടെ വരവ് അവർക്ക് വിശ്വാസവും സമർപ്പണവുമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുകയുണ്ടായില്ല എന്നാണ്. തങ്ങളുടെ 3 ഇരട്ടി, അതിനേക്കാൾ കൂടുതലുണ്ട് സഖ്യകക്ഷികൾ. മദീനയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ 3000 വിശ്വാസികളാണുള്ളത്. അവരെ എതിർത്ത് തോൽപ്പിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന പട 10,000-ൽ പരമുണ്ട്. ആ വൻപടയെ
തങ്ങളുടെ നാടിന്റെ അതിർത്തിയിൽ മദീനയുടെ ഓരത്ത് ഈ വിശ്വാസികൾ കാണുമ്പോൾ അവരുടെ കാലുകൾ ഇടറിയില്ല, അവർ പതറിയില്ല, അവരുടെ വിശ്വാസത്തിന് വ്യതിയാനവും ഉണ്ടായില്ല. അവർ കുറിച്ച് അള്ളാഹു പറയുകയാണ്, വമാ സാദഹും ഇല്ലാ ഈമാനം വ തസ്ലീമ, അവർക്ക് ഈമാൻ വർദ്ധിക്കുക മാത്രമാണ് ഉണ്ടായത്, അവർക്ക് തസ്ലീം സമർപ്പണം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊട്ടി നിന്ന് അവർ ഈ വൻപടയെ എതിർക്കുവാനും അതിനെ ചെറുക്കുവാനും അവർ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനം നമ്മൾ ഖിയാമത്ത് നാൾ വരേക്കും ലോകം ഓതുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനിൽ ഒരു വചനമാക്കി അവതരിപ്പിച്ചത് സഹാബത്തിന്റെ ഖൽബും സഹാബത്തിന്റെ ഹൃദയവും എത്രമാത്രം നിഷ്കപടവും നിഷ്കളങ്കവുമായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഓതി പഠിക്കുന്നതിന് വേണ്ടിയാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, ഈ വചനത്തെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ വിശ്വാസികളിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ചെയ്തതായ കരാർ അതിൽ അവർ സത്യസന്ധത പുലർത്തുകയുണ്ടായി. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ചെയ്ത കരാർ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവരെടുത്ത കരാർ ഈ ദീനിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്ന് അവരുടെ ക്ഷേമകാലത്തും ക്ഷാമകാലത്തും ഒരുപോലെ, അവരുടെ പ്രയാസ നാളുകളിലായാലും അവരുടെ എളുപ്പ സുഖകാലങ്ങളിലായാലും ഒരുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്ന് അവർ പടപൊരുതുകയും അവർ ഈ ദീനിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അവരുടെ കരാറ്. ആ കരാർ അവർ പൂർത്തീകരിക്കുകയുണ്ടായി. ചിലർ അവരിൽ നിന്ന് മരണം വരിച്ച് ഷഹാദത്ത് വരിച്ച് പരലോകത്തേക്ക് യാത്രയായി. മറ്റു ചിലർ വമിൻഹും മയ്യം തദിർ, ചിലർ മരണത്തെ പ്രതീക്ഷിച്ച് കഴിയുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർ മരണം പ്രതീക്ഷിച്ച് കഴിയുന്നു എന്ന് പറയുകയുണ്ടായത്. ഖന്തഖിൽ ശത്രുപക്ഷത്തു നിന്ന് വന്ന ഒരു അമ്പ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽത്തുടയിൽ തറക്കുകയും ആ കാൽത്തുടയിൽ തറച്ച അമ്പ് അദ്ദേഹത്തിന്റെ കാൽത്തുടയെ മുറിച്ച് അദ്ദേഹം വളരെ പ്രയാസകരമായ ഒരു ദീനാവസ്ഥയിൽ കഴിയുകയാണ്. അതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തെ അവതരിപ്പിക്കുകയുണ്ടായത്. ഖന്തഖിനെ തുടർന്ന് ബനൂ ഖുറൈലക്കാരോടുള്ള യുദ്ധവും കഴിഞ്ഞ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു ഷഹീദാവുകയുണ്ടായി. വമാ ബദ്ദലു തബ്ദീല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിന്റെ അവസാനത്തിൽ പറയുകയാണ്, ഒരിക്കലും അവർ മാറ്റിമറിക്കുകയുണ്ടായില്ല, അവർ ഉറച്ചു നിൽക്കുകയുണ്ടായി. അവരുടെ കാൽപാദങ്ങൾ ഈ ദീനിൽ ഉറച്ചു നിൽക്കുകയുണ്ടായി. അവരുടെ ഖൽബ് ഈ ദീനിൽ സത്യസന്ധമായി നിലയുറപ്പിക്കുകയുണ്ടായി. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഹാബത്തിനെ കുറിച്ച് ഉണർത്തുന്നത്. അപ്പൊ സഹാബികളുടെ സമർപ്പണം, സഹാബികളുടെ ആത്മാർത്ഥത, സഹാബികൾ മനസ്സ വാച കർമ്മണ ഈ ദീനിനു വേണ്ടി അവരെ സമർപ്പിച്ചതിന്റെ ചരിത്രത്തിലെ ഒരു ഉദാഹരണമാകുന്നു അഹ്സാബിൽ നമ്മൾ ഈ വായിക്കുന്നതായ ഉദാഹരണം. സുഹൈബിൻ റൂമിയുടെ ചരിത്രം ഖതീബ് നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി. സുഹൈബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹൽ വ്യക്തിയായിരുന്നു. സുഹൈബിൻ റൂമിയാണ്. അദ്ദേഹം റോമാക്കാരൻ എന്ന പേരിൽ പ്രശസ്തനാണ്. അദ്ദേഹം റോമാക്കാരനല്ല, പ്രത്യുത സുഹൈബ് അറബിയാണ്. പക്ഷേ റോമാക്കാർ ആക്രമിച്ച് അദ്ദേഹത്തെ റോമയിലേക്ക് തട്ടിക്കൊണ്ടുപോയതിൽ പിന്നെ അദ്ദേഹം റോമാക്കാരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സുഹൈബിൻ റൂമി ദീൻ സ്വീകരിച്ചു. സുഹൈബ് മക്കയിലേക്ക് വരുമ്പോൾ ഖുറൈശികൾ പറയുന്നത് പോലെ അദ്ദേഹം സോലൂക്ക് ആയിരുന്നു. സോലൂക്ക് എന്ന് പറഞ്ഞാൽ നിർധനൻ, സമ്പത്തില്ലാത്ത നിർധനൻ. സുഹൈബ് ദീൻ സ്വീകരിച്ചു. ഇടപാടുകളിൽ ഉള്ള കൃത്യതയും സൂക്ഷ്മതയും സുഹൈബിനെ വളരെ വലിയ സമ്പന്നനാക്കിയിരുന്നു. മക്കയിൽ ഒരു സമ്പന്നനായിരുന്നു സുഹൈബ്. ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ സുഹൈബും ഇതര വിശ്വാസികളെ പോലെ പീഡിപ്പിക്കപ്പെടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്കുള്ള ഹിജറക്ക് അനുവാദം നൽകുകയും അതിനുള്ള കൽപ്പന നൽകുകയും ചെയ്തപ്പോൾ സുഹൈബ് ഹിജറ പോകുവാൻ ഉദ്ദേശിച്ചപ്പോൾ മറ്റുള്ളവരെ വിട്ടതുപോലെ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ, ദീനിന്റെ ശത്രുക്കൾ സുഹൈബിൻ റൂമിയെ വിടുകയുണ്ടായില്ല. അദ്ദേഹത്തെ ഉപരോധിക്കുകയും അദ്ദേഹത്തെ അവർ തടഞ്ഞു വെക്കുകയും ഉണ്ടായി. കാരണം സുഹൈബിനോട് അവർ പറഞ്ഞു, സുഹൈബ്
നീ മക്കയിൽ വന്നത് ശൂന്യഹസ്തനായിട്ടാണ്, സമ്പന്നനല്ല, നീ ദരിദ്രനായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങൾക്കിടയിലുള്ള ഇടപാടുകളിലൂടെയാണ് നീ സമ്പത്തുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ സമ്പത്തുമായി മക്ക വിടാൻ ഞങ്ങൾ നിന്നെ സമ്മതിക്കുകയില്ല എന്നുള്ളതാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാം സുഹൈബിന്റെ വീട്ടിൽ അവർ കാവൽക്കാരെ നിശ്ചയിക്കുകയുണ്ടായി എന്നാണ്. സുഹൈബിനു റൂമിക്ക് പുറത്തിറങ്ങി മക്കയിലെ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുവാൻ അദ്ദേഹത്തിന്റെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ്. പക്ഷേ പാറാവുകാരൻ സമ്മതിക്കുന്നില്ല. അവസാനം അദ്ദേഹം മലമൂത്ര വിസർജനം നിർവഹിക്കാനുണ്ടെന്ന പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ആവശ്യ നിർവഹണത്തിന് പുറത്തു പോകുകയും അങ്ങനെ അദ്ദേഹം ഇരിക്കുന്ന വേളയിൽ കാവൽക്കാരനെ എടുത്തു വന്ന് നിൽക്കും. അപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകുമോ എന്ന പേടിയാൽ ഏതായാലും 2-3 തവണ സുഹൈബ് ഇത് ആവർത്തിച്ചപ്പോൾ ലാത്തയുടെ കുരുത്തക്കേട് തട്ടി സുഹൈബിന് വയറ്റിൽ പ്രശ്നമായത് കാരണത്താലാണെന്ന് പറഞ്ഞ് പിന്നീട് കാവൽക്കാരൻ കൂടുതൽ ഇറങ്ങിപ്പോകുന്നത് കാരണത്താൽ സുഹൈബിനെ പിന്തുടർന്നില്ല. സുഹൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ച് തന്റെ പലായനം കുറിക്കുകയാണ് ഉണ്ടായത്. ഹിജ്റ പോയ സുഹൈബിനെ 40ഓളം മക്കയിലെ മുശ്രിക്കുകളായ മല്ലന്മാർ പിന്തുടരുകയുണ്ടായി. അങ്ങനെ മക്കയുടെ അതിർത്തിയിൽ വെച്ച് അവർ സുഹൈബിന് റൂമിയെ വളയുകയുണ്ടായി. സുഹൈബിന്റെ ആവനാടിയിൽ 40 അമ്പുകൾ ഉണ്ടായിരുന്നു. സുഹൈബ് ആ അമ്പുകളെടുത്ത് തന്റെ മുന്നിൽ വിതറിയിട്ടു. സുഹൈബ് തന്റെ ഘടകമുയർത്തുകയുണ്ടായി. സുഹൈബ് പറഞ്ഞു അവരോട്, നിങ്ങൾക്ക് എന്റെ സമ്പത്താണോ വേണ്ടത് അതല്ല എന്നെയാണോ വേണ്ടത്? നിങ്ങൾ എന്റെ പലായനത്തിന് തടസ്സവും വിഘ്നവുമാവുകയാണ് എങ്കിൽ ഈ ഓരോ അമ്പുകളും നിങ്ങളിൽ ഓരോരുത്തരെ ലക്ഷ്യമാക്കി വരുന്നതാണ്. അതിൽ പിന്നെ നിങ്ങളിൽ വല്ലവനും അവശേഷിക്കുന്നുവെങ്കിൽ ഈ ഘടകം അവന്റെ വിഷയത്തിൽ പ്രവർത്തിക്കുന്നതാണ് എന്ന് സുഹൈബ് അവരോട് പറഞ്ഞു. ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ സമ്പത്താണോ വേണ്ടത്? എന്റെ സമ്പത്താണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ ഇന്നിന്ന വ്യക്തികളുടെ പക്കൽ ഞാൻ എന്റെ സമ്പത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്, അവരിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇന്നിന്ന ആളുകളുടെ കയ്യിൽ ഞാൻ സമ്പാദിച്ചതായ സ്വർണമുണ്ട്, ഇന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ സ്വർണം കുഴിച്ചു മൂടി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് പോയി എടുക്കാവുന്നതാണ്, ഞാൻ നിക്ഷേപിച്ചവരിൽ നിന്ന് നിങ്ങൾക്ക് സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ് എന്ന് സുഹൈബിനു റൂമി അവരോട് പറയുകയുണ്ടായി. എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കുവാൻ നിങ്ങൾ അടുക്കുകയാണ് എങ്കിൽ ഈ 40 അമ്പുകളും എൻ്റെ കയ്യിലുള്ള ഘടകവും നിങ്ങളുടെ കാര്യത്തിൽ സജീവമായിരിക്കും എന്ന് സുഹൈബിനു റൂമി പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടത് സമ്പത്തായിരുന്നു. ആ സമ്പത്തിന് വേണ്ടി അവർ പിന്തിരിഞ്ഞു പോവുകയുണ്ടായി എന്നാണ്. ശൂന്യഹസ്തനായി എല്ലാം വെടിഞ്ഞ് മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയ സുഹൈബിനു റൂമിയെ കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റബിഹൽ ബൈഉ അബാ യഹ്യ, റബിഹൽ ബൈഉ അബാ യഹ്യ. അബൂ യഹ്യ, അദ്ദേഹത്തിന്റെ സുഹൈബിന്റെ വിളിപ്പേരാണ് അബൂ യഹ്യ. അബൂ യഹ്യ, നിങ്ങളുടെ കച്ചവടം വിജയിച്ചിരിക്കുന്നു, നിങ്ങളുടെ കച്ചവടം വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹൈബിനെ മദീനയിൽ സ്വീകരിക്കുകയുണ്ടായത് എന്നാണ്. ഇവിടെ നോക്കൂ, നിങ്ങൾ ജീവിത നാളുകൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രയാസപ്പെട്ട് ഏറെ ത്യാഗങ്ങൾ സഹിച്ച് സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവൻ അള്ളാഹുവിന് വേണ്ടി തിരുദൂതർക്ക് വേണ്ടി സമർപ്പിച്ച് അത് വേണ്ടെന്ന് വെച്ച് ആദർശ സംരക്ഷണാർത്ഥം പലായനം ചെയ്ത ഒരു വ്യക്തിയാണ് സുഹൈബ്. ഇതേപോലുള്ള സുഹൈബുമാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഇതര സഹാബികൾ എല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ സമർപ്പണത്തിന്റെ, അവരുടെ ത്യാഗത്തിന്റെ ചരിത്രം പോലുള്ള ചരിത്രം ആദം സന്തതികളിൽ എവിടെ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുവാനുള്ളത്. ഇതായിരുന്നു സഹാബികൾ. ബദർ യുദ്ധ ദിനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പരീക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് ഖതീബ് നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി. ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു യുദ്ധം ഉദ്ദേശിച്ചിട്ടേയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെട്ടത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന ഒരു ഖാഫിലയെ തടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു ഖാഫില സിറിയയിൽ നിന്ന് മക്കയെ ലക്ഷ്യമാക്കി വരുന്നുണ്ട്. ആ ഖാഫിലയെ ചെറുക്കുവാൻ വേണ്ടി ഇഷ്ടമുള്ളവരോട് പുറപ്പെടുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പ്രവാചകൻ എല്ലാവരോടും നിർബന്ധമായി ഒരു ആജ്ഞ പുറപ്പെടുവിച്ചില്ല.
റസൂലുള്ള എല്ലാവരോടും പുറപ്പെടാനും പറഞ്ഞില്ല. കഴിവും ശേഷിയുമുള്ളവരെല്ലാം എൻ്റെ കൂടെ വരൂ എന്നും പറഞ്ഞില്ല. പ്രവാചകൻ ഇഷ്ടമുള്ളവരോട് പുറപ്പെടുവാനാണ് പറഞ്ഞത്. അതിനാൽ തന്നെ 300 ചില്ലാനം പേര് ഇറങ്ങുന്ന സഹാബത്താണ് റസൂലുള്ളാഹിന്റെ കൂടെ പുറപ്പെടുകയുണ്ടായത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് മറ്റൊന്നായിരുന്നു. അബൂ സുഫിയാന്റെ ഖാഫിലയെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചില്ല. പിന്നെയോ അബൂജഹലിന്റെ നേതൃത്വത്തിൽ വരുന്ന അഹങ്കാരത്തിന്റെ ഒരു വൻപടയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസികളുടെ മുന്നിൽ ഇട്ടുകൊടുക്കുന്നത്. അബൂ സുഫിയാന്റെ അല്ലെങ്കിൽ കച്ചവട സംഘം ചെങ്കടലിന്റെ ഓരത്തുകൂടെ രക്ഷപ്പെട്ട് മക്കയിലേക്ക് പോവുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ബദറിലെത്തുമ്പോൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഇവരുടെ 3 ഇരട്ടിയിലേറെ വലിപ്പം വരുന്ന ഒരു വൻപടയെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഈ സന്ദർഭത്തിൽ പരീക്ഷണം വളരെ കടുത്തതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം ഒരു യുദ്ധമായിരുന്നു. നിരായുധർ, എല്ലാവർക്കും വാഹനം പോലുമില്ല. വളരെ പ്രയാസപ്പെടുന്ന രീതിയിലാണ് അവർ ബദറിലേക്ക് തന്നെ എത്തുന്നത്. 3 പേർക്ക് ഒരു വാഹനം എന്ന രീതിയിലാണ് ബദറിലേക്ക് പുറപ്പെടുമ്പോൾ അവരുടെ സ്ഥിതി തന്നെ. ഇങ്ങനെയുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നത് ഒരു യുദ്ധമാണ്. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്റെ കൂടെയുള്ളവരുടെ നിലപാട് എന്ത് എന്നുള്ളത് അറിയൽ കരണീയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഷീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങൾ എന്ത് ഞാൻ ചെയ്യണമെന്നുള്ളത് എന്നോട് സൂചിപ്പിക്കൂ. വലിയൊരു സൈന്യമാണുള്ളത്. ഇവരെ മദീനയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരു യുദ്ധത്തെക്കുറിച്ച് പ്രവാചകൻ സൂചന പോലും നൽകിയിട്ടില്ല. അവർക്ക് ആയുധമെടുക്കുവാനോ കഴിവിന്റെ പരമാവധി അവർക്ക് സജ്ജീകരിക്കുവാനോ ഒരു അവസരം പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് റസൂൽ അവരോട് ചോദിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് ഒരു സൂചന പറയൂ നിങ്ങൾ എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിന്ന് സംസാരിച്ചു. ആ സംസാരം പ്രവാചകന്റെ കൺകുളിർപ്പിക്കുന്നതായിരുന്നു. പിന്നീട് ഉമർ സംസാരിച്ചു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൺകുളിർപ്പിക്കുന്നതായിരുന്നു. മിഖ്ദാദ് ബിൻ അംർ, മുഹാജിറുകളിൽപ്പെട്ട മഹാനായ സഹാബി റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്ന് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ ഞങ്ങളോട് കൂടിയാലോചന നടത്തുകയാണ്. ഞങ്ങളൊരിക്കലും ഇസ്രായേൽ മക്കൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞതുപോലെ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, മൂസ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ കുത്തിയിരിക്കുന്നവരാണെന്ന് പറയുകയില്ല. പിന്നെയോ പ്രവാചകരെ, നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും യുദ്ധത്തിനിറങ്ങൂ, ഞങ്ങളും ഇന്നാ മഅകും മുഖാതിലൂൻ, ഞങ്ങളും നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുന്നവരാണ് എന്ന് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബർഖുൽ ഖമാദിലേക്ക് നിങ്ങൾ ഞങ്ങളെയും നയിച്ച് ഒരു യുദ്ധത്തിന് പോയാൽ നിങ്ങളെ അനുഗമിച്ച് ബർഖുൽ ഖമാദിൽ ആ യുദ്ധത്തിൽ സംബന്ധിക്കുവാൻ ഞങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറയുകയുണ്ടായി. അബൂബക്കറും ഉമറും മിഖ്ദാദ് ഇബ്നു അംറും മുഹാജിറുകളിൽ പെട്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവർ ഈ അഭിപ്രായം പറഞ്ഞ് അത് കേൾക്കുമ്പോഴെല്ലാം പ്രവാചകൻ പറയുന്നു, അഷീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങളുടെ തീരുമാനം നിങ്ങൾ എന്നെ അറിയിക്കൂ, നിങ്ങൾ എന്നോട് സൂചിപ്പിക്കൂ. റസൂലുള്ളാഹി യഥാർത്ഥത്തിൽ ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻസാരികളെയായിരുന്നു. അൻസാരികൾ അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സംസാരത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ഇത് കേട്ടപ്പോൾ സഅദ് റളിയല്ലാഹു തആല അൻഹു അൻസാരികളുടെ നേതാവ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ലഅല്ലക തുരീദുന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, നിങ്ങൾ ഞങ്ങളെ ഉദ്ദേശിക്കുന്നത് പോലെയുണ്ടല്ലോ നിങ്ങളുടെ സംസാരത്തിൽ. ഞങ്ങളുടെ നിലപാട് സത്യസന്ധമാണ്. ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചു, നിങ്ങളെ സത്യപ്പെടുത്തി, നിങ്ങൾക്ക് ഞങ്ങൾ ബൈഅത്ത് ചെയ്തു, നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഉടമ്പടികളും കരാറും നൽകി, നിങ്ങളെ ഞങ്ങൾ മദീനയിലേക്ക് കൊണ്ടുവന്നു. പ്രവാചകരെ, ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ ഇന്നാ സുദുഖും ഫിൽ ലിഖാ, ശത്രുവിനെ ഫിൽ ഹർബ്, യുദ്ധത്തിൽ ഞങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ സത്യസന്ധമായ നിലപാടെടുക്കുന്നവരാകുന്നു. സുബ്റും ഫിൽ ലിഖാ, ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ ക്ഷമാലുക്കളുമാണ്. അതുകൊണ്ട് റസൂലേ, ഈ മുന്നിൽ കാണുന്ന സമുദ്രത്തെ നിങ്ങൾ ഞങ്ങൾക്ക് പ്രദർശിപ്പിക്കുകയും അതിലേക്ക് നിങ്ങൾ ഊളിയിട്ട് പോവുകയുമാണ് എങ്കിൽ അതിന്റെ ആഴിയിലേക്ക് നിങ്ങളുടെ പിന്നാലെ ഊളിയിട്ട് വരുവാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി. ഈ സംസാരം
സഅദിന്റെ നാവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയുഹ്സമുൽ ജം വയുവല്ലൂന ദുബുർ എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹലിന്റെ അഹങ്കാരപ്പട തോൽപ്പിക്കപ്പെടുകയും അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്യുമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾ നിലംപതിക്കുന്ന രംഗം വരെ സഹാബത്തിന്, സ്ഥലങ്ങൾ വരെ സഹാബത്തിന് കാണിച്ചു കൊടുക്കുകയുണ്ടായി എന്നാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ബദറിന്റെ തൊട്ടു മുമ്പുള്ള ഈ രംഗം, അതിൽ മുസ്ലിമീങ്ങളൊക്കെയുള്ള പരീക്ഷണം, മുസ്ലിമീങ്ങളുടെ അവസ്ഥ, ഈ അവസ്ഥയിൽ ഈ ഒരു നിലപാട് പറയണമെങ്കിൽ ആ നിലപാട് പറഞ്ഞ സഹാബത്ത് എത്രമാത്രം വിശാല ഹൃദയരും ഈമാനുള്ളവരും ദൃഢബോധമുള്ളവരും നിഷ്കളങ്കരും നിഷ്കപടരുമായിരിക്കണം. ഇത് നമ്മൾ സഹോദരന്മാരെ ആലോചിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത്. സെയ്ദ് ബിൻ ദസിന്നയെയും അല്ലെങ്കിൽ സെയ്ദ് ബിൻ ദുസന്നയെയും ഖുബൈബ് ബിൻ അദീനെയും റജീഅ് സംഭവത്തിന് പിന്നിൽ അബൂ സുഫിയാനും കൂട്ടരും തനഈമിലേക്ക് ക്രൂശിക്കാൻ കൊണ്ടുപോയ സംഭവം ഖതീബ് സൂചിപ്പിക്കുകയുണ്ടായി. മുസ്ലിമീങ്ങളിൽ നിന്നൊരു വിഭാഗം ആളുകളെ ചതിയിൽ പെടുത്തുവാൻ മദീനയിൽ നിന്ന് വഞ്ചിച്ചു കൊണ്ടുപോവുകയുണ്ടായി. അവരെ കൊണ്ടുപോയ വിഭാഗം റജീഅ് എന്ന സ്ഥലത്ത് വെച്ച് അവരെ വധിക്കുകയുണ്ടായി, നിഷ്കരുണം കൊല്ലുകയുണ്ടായി. സെയ്ദ് ബിൻ ദുസന്നയും ഖുബൈബും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയുണ്ടായി. ശത്രുവിന് അവരെ കൊല്ലാനായില്ല. പക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണം, സെയ്ദ് ബിൻ ദുസന്നയും ഖുബൈബ് ബിൻ അദിയും ഓടിച്ചെന്ന് വീണത് മക്ക മുശ്രിക്കുകളുടെ കൈകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയിലെ മുശ്രിക്കുകൾ അവരെ ബന്ദികളാക്കി മക്കയിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അങ്ങനെ ഇവരെ കൊല്ലുവാൻ മക്കക്കാർ തീരുമാനിച്ചു. മക്കക്കാർ ശത്രുവായാലും ഹറമിൽ വധിക്കുകയില്ല. അതുകൊണ്ടാണ് അവർ തനഈമിലേക്ക് കൊണ്ടുപോകുന്നത്, കൊല്ലാൻ, ഹറമിന് പുറത്തുനിന്ന് കൊല്ലാൻ. അങ്ങനെ സെയ്ദ് ബിൻ ദുസന്നയെയും ഖുബൈബ് ബിൻ അദീനെയും വധിക്കുവാൻ വേണ്ടി ക്രൂശീകരിക്കുകയായിരുന്നു അന്നത്തെ അവരുടെ പതിവ്. അതിനുവേണ്ടി അവരെ ആ മരത്തിലേക്ക് അടുപ്പിക്കുന്ന വേളയിൽ അബൂ സുഫിയാനും കൂട്ടരും സെയ്ദിനോടും അതേപോലെ ഖുബൈബിനോടും മാറി മാറി ചോദിക്കുന്നുണ്ട്, സെയ്ദ്, നിങ്ങളുടെ സ്ഥാനത്ത് ഇപ്പോൾ മുഹമ്മദ് ആവുകയും നിങ്ങളുടെ കുടുംബത്തിൽ നിർഭയരായി കഴിയുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? അപ്പോൾ സെയ്ദ് പറയുകയാണ്, അതേപോലെ ഖുബൈബും പറയുകയാണ്, മുഹമ്മദ് ഇപ്പോൾ എവിടെയാണോ ഉള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അദ്ദേഹം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുകയും ചെയ്യുന്നത് സഹിക്കാനാവാത്തവനാണ് ഞാൻ എന്നാണ് സെയ്ദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അതേപോലെ ഖുബൈബും. ഈ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ പറഞ്ഞ വാചകം, വല്ലാഹി മാ റഅയ്തു മിനൻ നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. ജനങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ഒരാളും സ്നേഹിക്കുന്നത് അള്ളയാണേ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അബൂ സുഫിയാൻ ശത്രുവായ നാളിൽ ഈ സഹാബത്തിന്റെ നിഷ്കളങ്കതയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായത്. നിഷ്കപടമായ നിഷ്കളങ്കമായ സ്നേഹം അവർ ദീനിനോട് വെച്ചു പുലർത്തി, ദീനിന്റെ പ്രവാചകനോട് വെച്ചു പുലർത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വെച്ചു പുലർത്തി. ചരിത്രം അതിന്റെ കഥ ഈ രീതിയിൽ പറയുമ്പോൾ ഒട്ടനവധി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സെയ്ദ് ബിൻ ദുസന്നയുടെയും ഒരു ഖുബൈബ് ബിൻ അദിയിന്റെയും മാത്രം സംഭവമല്ല ഇത്. പിന്നെയോ മുഴുവൻ സഹാബത്തിന്റെയും അവസ്ഥ ഇപ്രകാരമായിരുന്നു. ബനു ദീനാർ ഗോത്രക്കാരിയായ മഹദിയുടെ ചരിത്രം നമ്മൾ ഖതീബിൽ നിന്ന് കേൾക്കുകയുണ്ടായി. ബനു ദീനാർ ഗോത്രക്കാരിയായ ഈ സ്ത്രീയുടെ ചരിത്രം ലോകം ശ്രദ്ധിക്കുന്നത് ഉഹദിന് അനുബന്ധമായിട്ടാണ്. ഉഹദ് യുദ്ധത്തിന്റെ പൊടിയടങ്ങുമ്പോൾ മദീനയിൽ ഒരു വാർത്ത പരന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസം ഉഹദിലേറ്റിരിക്കുന്നു, പ്രവാചകൻ വധിക്കപ്പെട്ടിരിക്കുന്നു, മുസ്ലിമീങ്ങൾക്ക് ചില വിപത്തുക്കൾ ഉഹദിലേറ്റിരിക്കുന്നു. ഇത് കാരണത്താൽ മദീനയിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ അവരുടെ വീട് വിട്ടോടുകയാണ് ഉഹദിന് നേരെ. എല്ലാവരും വിളിക്കുന്നത് തിരുദൂതന് എന്ത് പറ്റി എന്നുള്ളതാണ്. ഉഹദിൽ നിന്ന് ചിലർ ശത്രുവിന്റെ ശക്തമായ പ്രത്യാക്രമണം കാരണത്താൽ തിരിഞ്ഞോടുന്നുണ്ടായിരുന്നു. സ്ത്രീകൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന വീട്ടുപകരണങ്ങൾ അവരുടെ അടുക്കിലേക്ക് എറിഞ്ഞുകൊടുത്തുകൊണ്ട് ഉഹദിലേക്ക് ഓടുമ്പോൾ ബനു ദീനാർ ഗോത്രക്കാരിയായ മഹദിയുടെ ചരിത്രം അവിടെയാണ് പ്രസക്തം.
അവരുടെ സഹോദരനും അവരുടെ പിതാവും അവരുടെ പുത്രനും അവരുടെ ഭർത്താവും ഉഹുദിൽ ഷഹീദായിരുന്നു. 4 പേരും ജിഹാദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കെടുത്തവരാണ്. പക്ഷെ 4 പേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തസാക്ഷിത്വം ഷഹാദത്ത് നൽകി അവരെ അനുഗ്രഹിക്കുകയുണ്ടായി. ഈ 4 ജനാസകളെ കിടത്തിയ രംഗം വിവരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ കാണുവാൻ സാധിക്കും. ഈ സ്ത്രീ മാഫാല റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ തിരുദൂതൻ എന്ത് പറ്റി എന്ന് ചോദിച്ചാണ് മദീനയിൽ നിന്ന് ഓടുന്നത് തന്നെ. തന്റെ ഭർത്താവും മകനും സഹോദരനും പിതാവും പങ്കെടുത്തത് അവർക്കറിയാം, അവർക്ക് എന്ത് പറ്റി എന്നവർ ചോദിക്കുന്നേയില്ല. ഇത് നിങ്ങളുടെ സഹോദരനാണെന്ന് പറയുമ്പോൾ ആ സ്ത്രീ ക്ഷമിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന് എന്ത് പറ്റി എന്ന് പറയൂ, ഇത് നിങ്ങളുടെ മകനാണെന്ന് പറയുമ്പോൾ മയ്യത്ത് കാണിച്ചു കൊടുത്താണ് പറയുന്നത്. അപ്പോഴും അവർ പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ മാ ഫഅല റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ തിരുദൂതൻ എന്ത് ചെയ്യുന്നു എന്ന് പറയൂ. പിന്നീട് ഭർത്താവിൻ്റേത് പിതാവിൻ്റേത് ജനാസകൾ കാണിക്കുമ്പോൾ അവർ പറയുന്നതെല്ലാം മാ ഫഅല റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ തിരുദൂതൻ എന്ത് പറ്റി എന്ന് പറയൂ. അവസാനം ആ സ്ത്രീയെ കൊണ്ടുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ നിർത്തിയപ്പോൾ പ്രവാചകന്റെ വസ്ത്രത്തിന്റെ വക്ക് പിടിച്ച് അവർ പറയുകയാണ്, കുല്ലു മുസീബത്തിൻ ബഅദക ജുലൽ, പ്രവാചകരെ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കപ്പുറം എല്ലാ ദുരിതങ്ങളും മുസീബത്തുകളും നിസ്സാരമാണത്, ചെറുതാണെന്ന് പറഞ്ഞ് അവർ ക്ഷമിക്കുകയും സഹിക്കുകയും ഉണ്ടായി എന്നാണ്. ഇതൊരു സ്ത്രീയുടെ കഥ, സഹാബ വനിതയുടെ കഥ. ഇതുപോലെയായിരുന്നു ഇതര സഹാബ വനിതകളെല്ലാം. എല്ലാം അവർ ദീനിന് വേണ്ടി നൽകുകയുണ്ടായി. അവരുടെ കൽബും അവരുടെ അകവും പുറവും ദേഹവും ദേഹിയും ഒരുപോലെ ഈ ദീനിന് വേണ്ടി സമർപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺകുളിർപ്പിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പ്രീതിപ്പെടുന്ന അവസ്ഥയിൽ, അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതിപ്പെടുന്ന അവസ്ഥയിലായിരുന്നു അവരുടെ ഈ ഭൗതിക ലോകത്തെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم, അവരുടെ മുമ്പ് വിശ്വാസവും വീടും ഒരുക്കിയവർ. അൻസാരികളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ മുമ്പ് എന്ന് പറയുമ്പോൾ ആ അവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം മുഹാജിറുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന് തൊട്ട് മുമ്പ് മുഹാജിറുകളെ കുറിച്ച് പറയുന്നുണ്ട്. ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറസൂലിഹി വയൻസുറൂന അല്ലാഹ വറസൂലഹു എന്ന് തുടങ്ങി മുഹാജിറുകളെ കുറിച്ച് പറയുന്നുണ്ട്. തങ്ങളുടെ നാടും തങ്ങളുടെ സമ്പത്തുമെല്ലാം അള്ളാഹുവിന് വേണ്ടി ത്യജിച്ചതായ മുഹാജിറുകൾ. അവർ അള്ളാഹുവേയും അള്ളാഹുവിന്റെ റസൂലിനെയും മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അവർ അള്ളാഹുവേയും അള്ളാഹുവിന്റെ റസൂലിനെയും സഹായിക്കുന്നു. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാകുന്ന സത്യസന്ധന്മാർ എന്ന് മുഹാജിറുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അഥവാ മക്കയിൽ നിന്ന് ആദർശ സംരക്ഷണാർത്ഥം മദീനയിലേക്ക് പലായനം ചെയ്ത മുഹാജിറുകൾ. അതിനുശേഷം അൻസാരികളെ കുറിച്ച് പറയുകയാണ്. ആരാണ് ഈ അൻസാരികൾ? അൻസാരികൾ എന്ന് പറഞ്ഞാൽ മുഹാജിറുകൾ മക്കയിൽ നിന്ന് ഇല്ലായ്മയും വല്ലായ്മയുമായി മദീനയിലെത്തുമ്പോൾ ഈ സാധുക്കളെ താങ്ങുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി വിശ്വാസവും ഭവനവും ഒരുക്കിയവരാകുന്നു അൻസാരികൾ. എന്നിട്ട് പറയുകയാണ്, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, തങ്ങളിലേക്ക് ഹിജറ വന്നവരെ അവർ ഇഷ്ടപ്പെടുന്നു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, തങ്ങൾക്ക് പടച്ചറബിനാൽ നൽകപ്പെട്ടതായ എന്തൊക്കെയുണ്ടോ അതിൽ അവർ ഒരു ആവശ്യം കാണുന്നേ ഇല്ല എന്നാണ്. തങ്ങൾക്ക് വേണ്ട, പിന്നെയോ അത് തന്റെ സഹോദരനായ മുഹാജിറിനുണ്ടാകട്ടെ എന്നാണ് അവരുടെ ആഗ്രഹം. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ടതാണ്, തങ്ങൾക്കേറെ സ്വാർത്ഥമായതാണ്. എങ്കിലും ഒരു അൻസാരി തന്നേക്കാൾ പ്രാമുഖ്യവും പ്രഭാവവും കൽപ്പിക്കുന്നത് സഹോദരനായ മുഹാജിറിനാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, സ്വന്തം നഫ്സിന്റെ പിശുക്കിനെ വല്ലവനും സൂക്ഷിച്ചാൽ അവർക്കാകുന്നു വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിന്റെ അവസാനത്തിൽ പറയുകയാണ്. ഈ വചനം ആ വിഭാഗം ആളുകളുടെ ആദ്യ സന്തതികളിൽ ഈ ഒരു വിഭാഗത്തിന്റെ മനസ്സ് എന്തായിരുന്നു എന്ന് സഹോദരന്മാരെ നമ്മളെ ഒന്നുകൂടി പഠിപ്പിക്കുകയാണ്. തങ്ങൾക്ക് എന്തൊക്കെ പടച്ചറബിൽ നിന്നുള്ള നിഅമത്തുകൾ ലഭിച്ചിട്ടുണ്ടോ അവർക്കതിൽ ആവശ്യമേ ഇല്ല, പിന്നെയോ അത് തന്റെ സഹോദരൻ വിശ്വാസിയായ മുഹാജിറിനാകട്ടെ എന്നാണ് പറയുന്നത്. ഒരു സംഗതി തനിക്കേറെ ആവശ്യപ്പെട്ടതായതും വേണ്ടതുമായിരിക്കെ തനിക്കത് വേണ്ട,
തൻ്റെ സഹോദരനുണ്ടാകട്ടെ എന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ടാണ് നല്ല ഒരു വീടുള്ളവൻ ആ വീടിനെ പകുത്ത് ഒരു പകുതി ഭാഗം മുഹാജിറിന് നൽകിയത്. തൻ്റെ ഭാര്യമാർ, ഒന്നിലധികം ഭാര്യമാരുള്ളവർ മുഹാജിറിനോട് പറയുന്നത്, എനിക്ക് 2 ഭാര്യമാരുണ്ട്, ആ 2 ഭാര്യമാരെയും നീ വന്ന് നോക്കുക, എന്നിട്ട് നിനക്കിഷ്ടമുള്ളവരെ പറഞ്ഞാൽ ഞാൻ അവളെ മൊഴി ചൊല്ലാം, അവളുടെ യുദ്ധകാല ശേഷം നിനക്ക് അവളെ ഇണയാക്കി സ്വീകരിക്കാം. ഇതാണ് അൻസാരി പറയുന്നത്. നീ വന്ന് നോക്കി നിനക്ക് ഇഷ്ടമുള്ളവരെ എന്നോട് സൂചിപ്പിക്ക്, എനിക്ക് വേണ്ടാത്തവൾ ഇവളാണ്, അവളെ നീ കൊണ്ടുപോയിക്കോ എന്നല്ല പറയുന്നത്. പിന്നെയോ നിന്റെ ഇഷ്ടമാണ് പ്രധാനം, അതിനാണ് പ്രാമുഖ്യം, അതുകൊണ്ട് അതിനാണ് പരിഗണന എന്നാണ് ഈ അൻസാരികൾ അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായത്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, സഹാബികളുടെ ഹൃദയ വിശാലത, സഹാബത്തിന്റെ സമർപ്പണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള റഹ്മത്തുകൾ, അള്ളാഹുവിൽ നിന്നുള്ള ബറകാത്തുകൾ, പടച്ച റബ്ബിന്റെ അനുഗ്രഹാശിസുകളായ അള്ളാഹുവിന്റെ നഫഹാത്തുകൾ ആ വിഭാഗം ആളുകളുടെ തലമുകളിൽ വന്നിറങ്ങിയത്. ഇന്ന് ഇബ്നു മസ്ഊദിന്റെ ഒരു വാക്ക് ഖതീബ് നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി. ഇബ്നു ഉമർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, മൻ കാന മിൻകും മുസ്തന്നൻ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത് ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ അന്ന് ആരെങ്കിലും പിൻപറ്റുകയും അനുഗമിക്കുകയും ചെയ്യുന്നവരാണ് എങ്കിൽ മരണപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ അനുഗമിക്കട്ടെ, പിൻപറ്റട്ടെ. അബറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ വഅഅമഖുഹാ ഇൽമ വഅഖല്ലുഹാ തകല്ലുഫ. ജീവിതത്തിൽ കൃത്രിമത്വം തീരെ ഇല്ലാത്ത, അഗാധ പാണ്ഡിത്യം ദീനിലുള്ള, അബർഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ, ഏറ്റവും അനുഗ്രഹീതരായ ഹൃദയമുള്ള ഈ സമുദായത്തിലെ മെമ്പർമാരാകുന്നു ഈ സഹാബത്ത്. അതുകൊണ്ട് തന്നെ അവരെ പിൻപറ്റട്ടെ, അവരെ അനുഗമിക്കട്ടെ എന്നാണ് സഹാബിയുടെ വസിയത്ത്. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബി. ആരാണ് സഹാബത്ത്? അള്ളാഹുവിന്റെ പ്രവാചകനോട് ഒട്ടി നിൽക്കുവാൻ, ഒപ്പം നിൽക്കുവാൻ, അരുനിൽക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ഒരു വിഭാഗമാകുന്നു സഹാബത്ത്. ഇതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വസിയത്ത്. അതുകൊണ്ട് തന്നെ സഹാബത്തിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്, സഹാബത്തിനെ നമ്മൾ സമീപിക്കേണ്ടത് അവരുടെ നന്മകളെ നമ്മൾ പിൻപറ്റുന്നതിന് വേണ്ടിയായിരിക്കണം. അവരുടെ ഗുണങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിന് നമ്മൾ പിൻപറ്റുവാനായിരിക്കണം. അവരുടെ ജീവിതത്തെ നമ്മുടെ ജീവിതമാക്കി മാറ്റുന്നതിന് വേണ്ടിയായിരിക്കണം. ഒരിക്കലും അവരെ നിരൂപിക്കുവാനോ, അവരെ കുറ്റം പറയുവാനോ, അവരെ കുത്തി പറയുവാനോ, അവരെ ആക്ഷേപിക്കുവാനോ, നമ്മളുടെ ആക്ഷേപങ്ങളുടെ അമ്പെയ്യുവാനുള്ള നാട്ടക്കുറിയായോ ഒരിക്കലും നമ്മൾ സഹാബത്തിനെ സ്വീകരിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ഗൗരവത്തിൽ ഖതീബ് ആ വിഷയം നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, ലാ തസുബ്ബു അസ്ഹാബി വലൗ അന്ന അഹദകും യുൻഫിഖു മിസ്ല ഉഹുദിൻ ദഹബൻ മാ യബ്ലുഗു മുദ്ദ അഹദിഹിം വലാ നസീഫ. ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബികളെ ആക്ഷേപിക്കരുത്. ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബികളെ ആക്ഷേപിക്കരുത്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, വലൗ അന്ന അഹദകും യുൻഫിഖു മിസ്ല ഉഹുദിൻ ദഹബൻ മാ യബ്ലുഗു മുദ്ദ അഹദിഹിം വലാ നസീഫ. സഹാബികളല്ലാത്തവർ ഉഹുദ് പർവ്വതത്തോളം സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യുകയാണ്, ചെലവഴിക്കുകയാണ് എങ്കിൽ സഹാബികളല്ലാത്തവർ ഉഹുദ് പർവ്വതത്തിന്റെ അത്ര, ഉഹുദ് പർവ്വതം എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ ചുറ്റളവിൽ മദീനയിൽ തല ഉയർത്തി നിൽക്കുന്ന പർവ്വതമാണ്. ആ പർവ്വതത്തോളം സഹാബികളല്ലാത്തവർ സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ് എങ്കിൽ മാ യബ്ലുഗു മുദ്ദ അഹദിഹിം വലാ നസീഫ, എൻ്റെ സഹാബികൾ ചെലവഴിച്ച ഒരു മുദ്ദ് ധാന്യം അല്ലെങ്കിൽ അരമുദ്ദ് ധാന്യം അതിന് അവർ ചെലവഴിച്ചത് തുല്യമാവുകയില്ല എന്നാണ്. അല്ലാഹു അക്ബർ. ഒരു മുദ്ദ് ധാന്യം, മുദ്ദെന്ന് പറഞ്ഞാൽ കൈ നീട്ടി നൽകുന്ന ഒരു പിടിയാണ്. സഹാബികൾ നൽകിയ ഒരു പിടി ധാന്യത്തിന് സഹാബികൾ അല്ലാത്തവർ ചെലവഴിച്ച ഉഹുദ് പർവ്വതത്തോളം സ്വർണം തുല്യമാവുകയില്ല എന്നാണ്. അല്ലെങ്കിൽ ഇതിന്റെ അരമുദ്ദിന് അത് തുല്യമാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ നോക്കൂ നിങ്ങൾ, സഹാബത്തിന്റെ മഹത്വം, സഹാബത്തിന്റെ സ്ഥാനം, അത് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് സഹാബത്തിനേക്കാൾ ദറജയും സ്ഥാനവും അയിമത്തുകൾക്ക് കൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഖതീബ് സൂചന നൽകി. അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, മാലിക് ബിൻ അനസ് അൽ അസ്ബഹി, മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ,
അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹിമഹുമുല്ലാഹ് ജമിയൻ. ആളുകൾ ഈ അയിമത്തുകൾക്ക് പിന്നാലെയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അയിമത്തുകളും കിതാബും സുന്നത്തും മനസ്സിലാക്കുന്നതിന് വേണ്ടി അയിമത്തുകൾ പഠിപ്പിച്ച രീതിയും അവരുടെ ഫഹമും ഗ്രാഹ്യതയും അവലംബിക്കേണ്ടത് മുസ്ലിമിന് അനിവാര്യമാണ്. ഒരയിമത്തിനെയും മോശമാക്കുക, ദൂഷ്യമായി പ്രതിപാദിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. പക്ഷേ സഹാബത്തിനേക്കാൾ വലിയ അയിമത്ത് നമുക്കുണ്ടാകാൻ പാടുള്ളതല്ല. സഹാബത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമുക്ക് ദീന് പറഞ്ഞു തരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വാസിതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചെയ്തു, അംഗീകാരം നൽകി എന്നുള്ളത് പിൽക്കാലക്കാർക്ക് ലഭിച്ചത് എങ്ങനെയാണ്? അയിമത്തുകൾക്ക് ലഭിച്ചത് എങ്ങനെയാണ്? മദ്ഹബിന്റെ അയിമത്തുകൾക്ക് ലഭിച്ചത് എങ്ങനെയാണ്? സഹാബത്ത് പ്രവാചകനിൽ നിന്ന് കണ്ട് കേട്ട് പഠിച്ച് മനസ്സിലാക്കി പിൽക്കാലക്കാർക്ക് ഉദ്ധരിച്ചതാണ്. സഹാബത്ത് താബിഈങ്ങൾക്ക് നൽകി, താബിഈങ്ങൾ താബിഈങ്ങൾക്ക് നൽകി. അങ്ങനെയാണ് വിജ്ഞാനം പിൻതലമുറയിലേക്ക് എത്തിയത്. സഹാബികൾ പഠിപ്പിച്ച സഹാബികളുടെ ശിഷ്യന്മാർ, അവരിലൂടെയാണ് ചില അയിമത്തുകൾക്ക് ദീന് കിട്ടിയത്. ആ താബിഈങ്ങളുടെ ശിഷ്യന്മാർ പഠിപ്പിച്ച ശിഷ്യന്മാരിൽ നിന്നാണ് പിന്നീട് ചില അയിമത്തുകൾക്ക് ദീൻ ലഭിക്കുകയുണ്ടായത്. അപ്പോൾ പ്രവാചകനിൽ നിന്ന് ആദ്യം ദീനെത്തിച്ചതായ സഹാബത്താകുന്ന ഈ തലമുറയും ഈ വാസിതയും അവരെ വിഗണിക്കുക, അവരെ വിസ്മരിക്കുക, അവരുടെ സ്ഥാനം കുറക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നീതിയല്ല എന്ന് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരിൽ ഒരു മദ്ഹബില്ല, ഉമറിന്റെ പേരിൽ മറ്റൊരു മദ്ഹബില്ല, ഉസ്മാന്റെയും അതേപോലെ അലിയിന്റെയും പേരിൽ മദ്ഹബുകളില്ല. പക്ഷേ പിൽക്കാലക്കാരുടെ പേരിൽ മദ്ഹബ് ഉണ്ടാകുന്നു. അതിന് പക്ഷപാതിത്വവും അതിന് കുറെ തഖ്ലീദിന്റെയും മറ്റുമൊക്കെ ആളുകളെയും നമ്മൾ കാണുകയാണ്. ഇത് ശരിക്കും നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹാബത്ത് എങ്ങനെ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടുവോ പഠിച്ചുവോ ആ ഗ്രാഹ്യതയെയും ആ രീതിയെയും നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അവരൊന്നും നാലാരൊരു അയിമത്തിനെ തഖ്ലീദ് ചെയ്തിട്ടല്ല സഹാബികൾ ജീവിച്ചത്. അയിമത്തുകൾ തന്നെയും പിൽക്കാലക്കാരാണ്. സഹാബികളിൽ നിന്ന് ഏറെ പിന്നിലാണ് അയിമത്തുകൾ. ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ 86-ൽ ജനിച്ച് 150-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 150-ൽ. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ 150-ലാണ് ജനിക്കുന്നത്. 93-ലാണ് ഇമാം മാലിക് ജനിക്കുന്നത്. അതേപോലെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ 150-ന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജനനം തന്നെ ഉണ്ടാകുന്നത്. പിന്നെ എങ്ങനെയാണ് സഹാബത്ത് ഈ രീതിയിൽ അയിമത്തുകളിലേക്ക് നിസ്ബ ചെയ്ത് ആ മദ്ഹബിന്റെ ആളുകളാണ് എന്ന് വരിക? അതൊരിക്കലുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു പക്ഷപാതിത്വം ഈ അയിമത്തുകളുടെ പേരിലുള്ളത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. സഹാബത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദീനെത്തിക്കുന്നതിനുള്ള പ്രഥമമായ വാസിത. അതുകൊണ്ട് അവരുടെ രീതിയും അവരുടെ ഗ്രാഹ്യതയും എന്ത് എന്നുള്ളത് നമ്മൾ യഥാവിധം അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം സഹാബികളെ മോശമാക്കുക, അവരുടെ ദൂഷ്യം പറയുക, അവരെ ആക്ഷേപിക്കുക, അവരെ കുത്തിപ്പറയുക എന്നുള്ള ദീനം, അത് ഹൃദയത്തിൽ കാപട്യം തളം കെട്ടിയ എല്ലാ വൃത്തികെട്ട മനുഷ്യന്മാരുടെയും ദീനവും രോഗവുമാണ്. ഒരു സഹാബിയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളിൽ ആദ്യമായി വഫാത്തായത്, ഷഹീദായത് സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. അവസാനത്തെ സഹാബി അബൂ തുഫൈൽ നിദ്ദൂസിയാണ്, 110-ൽ വഫാത്തായ സഹാബി. ഈ നീണ്ട കാലയളവിൽ പ്രവാചകനിൽ വിശ്വാസിയായി മരണപ്പെട്ട പ്രവാചകനെ കണ്ട എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളാണ്. റസൂലുള്ള പറഞ്ഞത് ഇദാ ദുകിറ അസ്ഹാബി ഫഅംസികു വഇദാ ദുകിറ അസ്ഹാബി ഫഅംസികു, എൻ്റെ സഹാബികൾ പറയപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ നാവുകളെ പിടിച്ചു നിർത്തണമെന്നാണ്. അവരുടെ ദൂഷ്യം പറയുന്നതിൽ നിന്ന്, അവരുടെ കുറവുകൾ എണ്ണുന്നതിൽ നിന്ന്, അവരെ കുറ്റം പറയുന്നതിൽ നിന്ന്, അവരെ ശപിക്കുന്നതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ നാവുകളെ പിടിച്ചു കെട്ടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ സഹാബികളുടെയും വിഷയത്തിൽ മൊത്തത്തിലാണ് ഈ പ്രവാചകന്റെ നിർദ്ദേശം എന്നുള്ളത് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ പല സഹാബികളെയും ആക്ഷേപിക്കുക, കുറ്റം പറയുക എന്നുള്ളത് പലർക്കും ഇന്ന് ഒരു ഗമയാണ്. അതിലൊരു ഫഖ്ർ നടിക്കുന്ന സ്വഭാവം വരെ പലരിലും കാണുവാൻ സാധിക്കും. അത് മുആവിയയെ കുറിച്ചായാലും അബൂ സുഫിയാനെ കുറിച്ചായാലും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ പ്രവാചകനിൽ വിശ്വസിച്ച് പ്രവാചകന് അവർ ചെയ്യാൻ കഴിയുന്നത് നിർവഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അവരെ തൃപ്തിപ്പെട്ട്, അവർ പ്രവാചകനെ തൃപ്തിപ്പെട്ട്
ഈ ലോകത്ത് നിന്ന് നമ്മളോട് യാത്ര പറഞ്ഞവരാണ്. അങ്ങനെയുള്ള മഹത്തുക്കളെ കുറിച്ച് നമ്മുടെ കൽബിൽ ഈറയും പോരും നമ്മൾ വെച്ച് പുലർത്തുക, ദൂഷ്യം വെച്ച് പുലർത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ ഒരു സ്വഭാവക്കാരാണ് എങ്കിൽ ഈ ദുനിയാവിൽ നമ്മളുടെ കൽബിനോളം വൃത്തികെട്ട കൽബ് വേറെ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് അത് സൂക്ഷിക്കേണ്ടതുണ്ട്. സ്ഥിതി മാറി, ആക്ഷേപത്തിന്റെ ഗതിയും സ്വഭാവവും മാറി. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ കുറിച്ച് വരെ ആക്ഷേപം പറയുന്ന അവസ്ഥയിലേക്ക് പല മുസ്ലിം നാമധാരികളും എത്തിയിരിക്കുന്നു. ഖതീബ് ഉണർത്തുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി, നമ്മുടെ ഉമ്മയായ 7 ആകാശങ്ങൾക്കുപരിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരപരാധിത്വം പ്രഖ്യാപിച്ച സ്വർഗലോകത്ത് നിങ്ങളുടെ ഇണ ആയിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞ ആയിഷ ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ഇന്ന് ആളുകൾ അപവാദം പ്രചരിപ്പിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ സഫ്വാൻ ഇബ്നു മുഅത്തൽ സുലമിയുമായി അവിഹിത ബന്ധം വെച്ച് പുലർത്തി എന്നുള്ളത് പ്രചരിപ്പിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് മോശമായ വാർത്തകൾ പറഞ്ഞ് പരത്തുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഷിയാക്കളിൽ പ്രസിദ്ധമാണ്. അവരുടെ ദീന് തന്നെയും അങ്ങനെ ഒരു ദീനായി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ആക്ഷേപിക്കുന്നവർ ആക്ഷേപിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയാണ്. നൂർ വിശുദ്ധ സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം വല്ലവനും ആയിഷയെ സംശയദൃഷ്ടിയിൽ സമീപിക്കുകയാണ് എങ്കിൽ അവൻ കാഫിറാണെന്നതിൽ മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ, പണ്ഡിതന്മാർ എല്ലാവരും രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അൽ ഖബീസാതു ലിൽ ഖബീസീൻ വൽ ഖബീസൂന ലിൽ ഖബീസാത്ത് വത്വയ്യിബാതു ലിത്വയ്യിബീൻ വത്വയ്യിബൂന ലിത്വയ്യിബാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അൽ ഖബീസാത്ത് വൃത്തികെട്ട സ്ത്രീകൾ ലിൽ ഖബീസീൻ വൃത്തികെട്ട പുരുഷന്മാർക്കാകുന്നു, വൽ ഖബീസൂൻ വൃത്തികെട്ട പുരുഷന്മാർ ലിൽ ഖബീസാത്ത് വൃത്തികെട്ട സ്ത്രീകൾക്കുമാകുന്നു, വത്വയ്യിബാത്ത് ലിത്വയ്യിബീൻ പതിവ്രതകൾ സംശുദ്ധകളായ സ്ത്രീകൾ അവർ സംശുദ്ധന്മാർക്കുള്ളതാകുന്നു, വത്വയ്യിബൂൻ പുണ്യാളന്മാർ സംശുദ്ധരായ പുരുഷന്മാർ ലിത്വയ്യിബാത്ത് അവർ സംശുദ്ധരായിട്ടുള്ള നല്ലവരായ സ്ത്രീകൾക്കുമാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ ഒരു ദുഷിച്ച സ്ത്രീ ആയിരുന്നുവെങ്കിൽ എങ്ങനെ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തരുണിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ത്രീയെ പ്രവാചകന് നിശ്ചയിച്ചു നൽകും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു ഈ ആയിഷ ഉമ്മയെ തൻ്റെ ഇണയായി സ്വീകരിക്കും? ഈ വൃത്തികെട്ട നാവിൻ്റെയും ചളികെട്ടിയ തലച്ചോറിൻ്റെയും വാക്താക്കൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയെ ആക്ഷേപിക്കുന്നു, കുത്തി പറയുന്നു, കുറ്റം പറയുന്നു, വ്യഭിചരിച്ചു എന്ന് കുറ്റാരോപണം ഉന്നയിക്കുന്നു. ഈ മനുഷ്യന്മാരുടെ വാദപ്രകാരം റസൂലുള്ള തൻ്റെ ഇണയായി സ്വീകരിച്ചത് ആരെയാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മുസീബത്തുകൾ നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ സഹോദരന്മാരെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെതിരിൽ മോശമായി സംസാരിക്കുന്ന നാവുകൾ പെരുകിയിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന തലച്ചോറുകൾ വർദ്ധിച്ചിരിക്കുന്നു. എഴുത്തുകുത്തുകൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾക്കിടയിൽ പ്രചരണവും ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ വ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത്, നബി കുടുംബത്തിലെ മെമ്പർമാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, ഇവരെ കുറിച്ചെല്ലാം നമ്മളുടെ ഹൃദയം ശുദ്ധമായിരിക്കണം, തെളിഞ്ഞതായിരിക്കണം. ഒരാളോടും ഒരു പകയോ ഒരു കറുപ്പോ ഒരു വിദ്വേഷമോ നമ്മളുടെ ഹൃദയത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇത്തരുണത്തിൽ നമ്മൾ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ്. സഹാബത്തിനിടയിൽ നടന്ന ചില യുദ്ധങ്ങളെക്കുറിച്ച് ചില മഹത്തുക്കളോട് പൂർവ്വകാലത്ത് സംസാരിച്ചിട്ടുണ്ട്. സഹാബികൾക്കിടയിൽ ചില ഫിത്നകൾ അവരുടേതല്ലാത്ത കാരണത്താൽ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചിലർ പൂർവികർ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അവരുടെ രക്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളുടെ കൈകളെ സംരക്ഷിച്ചു, അവരുടെ അഭിമാനങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാവുകളെ സംരക്ഷിച്ചുകൂടാ എന്നാണ്. അതുകൊണ്ട് തന്നെ അത്തരം വേദികളിൽ നമ്മൾ പങ്കാളികളാവാൻ പാടുള്ളതല്ല.
അത്തരം സംസാരങ്ങളിൽ നമ്മൾ ആളുകളാകാൻ പാടുള്ളതല്ല. സഹാബത്തിനെ അള്ളാഹു പ്രീതിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിൻ്റെ തിരുദൂതർ പ്രീതിപ്പെട്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേരെ നമ്മളുടെ ഹൃദയം ശുദ്ധമായിരിക്കണം എന്ന് ഉണർത്തുകയാണ്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. ഇതാണ് മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സഹാബത്തിന്റെ കാലശേഷം വരുന്നതായ ആളുകളുടെ വിഷയത്തിൽ നമുക്ക് പ്രഖ്യാപിക്കുവാനുള്ളത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വല്ലദീന ജാഉ മിൻ ബഅദിഹിം. ഈ സഹാബത്തിന് ശേഷം വന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് എന്താണ്? യഖൂലൂൻ, അവർ പറയും റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. പടച്ചോനെ, നീ ഞങ്ങൾക്ക് മാപ്പേകണമേ, വിശ്വാസികളായി ഞങ്ങളെ മുൻകടന്നവർക്കും നീ മാപ്പേകണമേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. സത്യവിശ്വാസികൾക്ക് നേരെ ഒരു പകയും വിദ്വേഷവും നീ ഞങ്ങളുടെ കൽബുകളിൽ ഉണ്ടാക്കരുതേ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് ദുആ ചെയ്യുവാനുള്ളത്, പിൽക്കാലക്കാർക്ക് ദുആ ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ സഹാബികൾ ആരാവട്ടെ, ഏത് സഹാബിയാകട്ടെ, അവരുടെ വിഷയത്തിൽ ഒരിക്കലും നമുക്ക് ഒരു വിദ്വേഷമോ കറുപ്പോ നമ്മുടെ നേരെ ഉണ്ടാകാൻ പാടില്ല എന്ന് ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മോശമായ എല്ലാ വിശ്വാസാചാരങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ സൂക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടുവാൻ നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. ആ സഹാബികളുടെ സുംറത്തിൽ മഹ്ശറിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ വളരെ ചില പ്രയാസകരമായ അവസ്ഥയിൽ ആശുപത്രിയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഏറ്റ മുസീബത്തിൽ പ്രതിഫലം നൽകുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ വേദനയെ അല്ലാഹു അദ്ദേഹത്തിന് ലഘൂകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الحمد لله رب العالمين. السلام